അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ആരും ഇത് കാണാറില്ല എന്ന് എനിക്കറിയാം. ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും കാണാറില്ല. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 10,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്താ കാര്യം, ആരും വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടാറില്ല. ഒബ്വിയസ്ലി ഇപ്പം എല്ലാവർക്കും ഷോർട്സിനോടാണ് താല്പര്യം. പെട്ടെന്ന് കാര്യങ്ങൾ കഴിയണം അല്ലേ? പക്ഷെ ഈ വീഡിയോ ആവുമ്പോൾ നമുക്ക് അതിൽ കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് ബിരിയാണി അല്ല കേട്ടോ, ഇത് ഇറച്ചിച്ചോറാണ്. ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് ഷോർട്സ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിൽ ചിലപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ആദ്യം തന്നെ നമുക്ക് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് എടുത്തു വെക്കണം. അതിന് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ചെറുനാരങ്ങ നീര് അത് ഒഴിച്ച് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ വെച്ചാൽ മതി കേട്ടോ. ഞാനൊക്കെ അരമണിക്കൂറൊക്കെ വെക്കാറുള്ളൂ. അതിനുശേഷം ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക, പിന്നെ സ്പൈസസ് ആഡ് ചെയ്യുക, സവാള ഇടുക, നന്നായി അങ്ങ് വാട്ടിക്കൊടുക്കുക. വാടി വരുമ്പോൾ നമുക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെയൊക്കെ പച്ചക്കുത്തൊക്കെ മാറി വന്ന് കഴിയുമ്പോൾ നമുക്കതിലോട്ട് തക്കാളി ആഡ് ചെയ്യണം കേട്ടോ. ഞാൻ 2 വലിയ സവാളയ്ക്ക് ഒരു 2 ചെറിയ ടൊമാറ്റോസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വാടി വന്ന് കഴിയുമ്പോൾ നേരത്തെ മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതെ, ഇതിനിടയിൽ ഒരു കാര്യം മറന്നുപോയിട്ടോ. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള, തക്കാളി ഇതെല്ലാം വാടി വരുമ്പോൾ നമുക്ക് പുതിനയിലയും മല്ലിയിലയും അരിഞ്ഞു വെച്ചത് ചേർക്കണം. പിന്നെ കുറച്ച് തൈരിടുക, പിന്നെ മസാല, ഗരം മസാല പൊടി ഇടുക. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് സാധാരണ ഒഴിക്കാറുള്ളത്. നമുക്ക് എപ്പോഴും അരിയുടെ 1 ഇഞ്ച് മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഞാനിവിടെ തിളപ്പിച്ച വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അടച്ചു വെച്ച് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇറച്ചിച്ചോറ് റെഡിയാണ്. ഇത് നമുക്ക് ബിരിയാണിയുടെ പോലെ ദമ്മൊന്നും ചെയ്യണ്ട, പെട്ടെന്നാക്കി എടുക്കാൻ പറ്റും. പിന്നെ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇതേപോലത്തെ ഇറച്ചിച്ചോറ് കഴിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെല്ലാം ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് അവർ ബിരിയാണി തന്നെയാണ് പറയാറുള്ളത്. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് അതേപോലെയല്ല, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സാധാരണ ഞാൻ ഇതൊന്നും പറയാത്തതാണ് കേട്ടോ, പക്ഷെ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ എനിക്ക് ലൈക്ക് തരുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കി നോക്കി കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.